ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം പുതുക്കി നൽകിയിരിക്കുകയാണ് CPIM. 3 വർഷത്തിന് ശേഷമാണ് അംഗത്വം ലഭിച്ചത്. പുതുക്കി നൽകാൻ MV ഗോവിന്ദൻ നിർദ്ദേശം നൽകിയത് പിണറായി വിജയനാണ് എന്ന വാർത്ത കൂടി അറിയുന്നു. ശ്രീത്ത് തിരുവനന്തപുരത്ത് ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. നേരിട്ടുമൊക്കെ ബിനീഷ് കോടിയുടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണ് ഈ CPM അംഗത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ ഇടപെട്ട് തന്നെ ആ അംഗത്വം പുതുക്കി നൽകുന്നു എന്നറിയുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് CPIMന്റെ അംഗത്വം ബിനീഷ് കോടിയേരിക്ക് പുതുക്കി നൽകുന്നത്. നേരത്തെ അദ്ദേഹത്തിന് കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായതിനെ തുടർന്നാണ് പാർട്ടി അംഗത്വം റദ്ദ് ചെയ്തത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കീഴിലുള്ള ബ്രാഞ്ചിലായിരുന്നു ബിനീഷ് കോടിയേരിയുടെ അംഗത്വം. ആ അംഗത്വമാണ് പിന്നീട് റദ്ദാക്കപ്പെട്ടത്. എന്നാൽ പിന്നീട് 4 തവണ ഈ ജയിൽ മോചിതനായ ശേഷം ആ കേസിൽ കെട്ടിച്ചമച്ചതാണെന്നും അല്ലെങ്കിൽ കേസിൽ കഴമ്പില്ലെന്നുമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് 4 തവണ അദ്ദേഹം ഈ അംഗത്വം പുതുക്കി നൽകണമെന്ന് അപേക്ഷിച്ചിട്ടും നൽകിയിരുന്നില്ല. സംസ്ഥാന നേതൃത്വം അത് വെട്ടുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ CPIMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നഗരസഭയിലെ CPIMന്റെ കക്ഷി നേതാവായ SP ദീപക്കാണ് ബിനീഷ് കോടിയുടെ അംഗത്വം പുതുക്കി നൽകാത്ത വിഷയം ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചത്. നമ്മൾ 24 ആണ് പുറത്തുവിട്ടത് ആ ഒരു ആവശ്യം ഉന്നയിച്ച വിവരം. പിന്നീട് അതൊരു ചർച്ചയാവുകയും അപ്പോഴാണ് CPIMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ഇടപെട്ടത്. കഴിഞ്ഞ ഞായറാഴ്ച തന്നെ MV ഗോവിന്ദന് നിർദ്ദേശം നൽകുകയായിരുന്നു പിണറായി വിജയൻ. അങ്ങനെയാണ് തിങ്കളാഴ്ച അംഗത്വം നൽകിയത്. എന്നാൽ ഇപ്പോൾ ഈ അംഗത്വം നൽകിയത് ED വിരുദ്ധ സമരത്തിൽ ബിനീഷ് കോടിയേരി സജീവമായി പങ്കെടുത്തതിന്റെ പ്രത്യുപകാരമാണ് എന്ന തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ അത് തീർത്തും വസ്തുതാവിരുദ്ധമാണ്. തിങ്കളാഴ്ച തന്നെ അദ്ദേഹത്തിന് അംഗത്വം പുതുക്കി നൽകി. അതിനുശേഷമാണ് അദ്ദേഹം ഈ പാർട്ടിയുടെ പരിപാടികളിലും മറ്റും പങ്കെടുത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.